വൻപയറേ കുക്കറിലിട്ടിട്ട് കൂടെ പച്ചക്കായ ഉണ്ടല്ലോ അതും പിന്നെ ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിലേ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ടേസ്റ്റിയാണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാനേ ആദ്യം ഒരു കുക്കർ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ഈ വൻപയർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു 1.5 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 2 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്ത് നല്ല വാഷ് ചെയ്തതാണേ. അപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് അധികം സമയം കുതിർക്കാൻ ടൈം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കുതിർക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇതങ്ങ് റെഡിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ആ ഒരു വാഴയ്ക്ക നല്ലപോലെ ക്ലീൻ ആക്കി അത്യാവശ്യം ഈ ഷേപ്പിലൊന്ന് അരിഞ്ഞ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിരുന്നല്ലോ അതും ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ തന്നെ അങ്ങ് അരിഞ്ഞു കൊടുക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ അരിഞ്ഞിടത്തില്ലേ അതേപോലെ അതിൽ ഒരല്പം കൂടെ ചെറുതാക്കിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഈ വൻപയറും കിഴങ്ങും എല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണം, അത്രയും മതിയാവും. അത്രയും വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടേ നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഈ ഉപ്പൊക്കെ ചേർത്തല്ലേ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചൊരു 3 വിസിൽ മതിയാവും. അപ്പോഴേക്കും ഇത് നന്നായിട്ട് അങ്ങ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കണം. അതിന് ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ഒരു 2 ഏലക്ക എടുത്തിട്ടുണ്ട്, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. കൂടെ 1 ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ഇനി 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കേ ഒരു 5-6 കുഞ്ഞുള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്താണ് ഞാൻ ഇട്ടേക്കുന്നത്. അത്യാവശ്യം വലിയ കുഞ്ഞുള്ളി ആയതുകൊണ്ടേ. ഇനി ഒരു 2 വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി അല്ലിയും വലുതായിട്ടുണ്ട്, ഞാനൊരു 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് കളറ് മാറുന്ന അതുവരെ ഒന്നും വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. ഇതൊന്ന് അത്യാവശ്യം വേവണം, അത്രേ വേണ്ടുള്ളൂ, അല്ലാതെ കളറൊന്നും മാറ്റിയെടുക്കണ്ട. ഇനി ഇതിലേക്ക് ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കുവേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതിയാവും, അല്ലാതെ ഒരുപാട് കളറൊന്നും മാറ്റണ്ട. ഞാനിവിടെ ഒരു കൈപ്പിടി തേങ്ങ ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങ ചേർത്തിട്ട് എവിടെയും പോകരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഇത് ഇട്ടിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ മതിയാവും. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുത്ത് നല്ല കളർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുവരെ മതിയാവും. ഇത് ഇനി ഈ പാനിലിരുന്ന് ഒന്ന് തണുക്കട്ടെ. ഇതിപ്പോ ഒന്ന് തണുത്തിട്ടുണ്ട്. ഞാൻ ഒരു മിക്സിയുടെ ജാറിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണം. അതെ, ഈ പരുവം വരെ ഒന്ന് അരച്ചെടുത്ത് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ കുക്കറിൽ നമ്മൾ വേവാൻ വെച്ചിരുന്ന വൻപയറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ വൻപയറും ആ ഉരുളക്കിഴങ്ങും പച്ചക്കായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗം വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത്രയൊക്കെ വെന്ത് വന്നാലേ ഈ കറിക്ക് നല്ലൊരു രുചി ഉണ്ടാവും. അപ്പോൾ ഇത്ര വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാൻ നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിന് നമ്മൾ ആദ്യം ആ തേങ്ങയൊക്കെ ഫ്രൈ ആക്കി എടുത്തില്ലേ, അതേ പാൻ തന്നെ ഞാൻ വെച്ചേക്കുന്നത്. അതിലേക്ക് വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ ഈ കറി ചെയ്യുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ അത്യാവശ്യം വലിയ സവാളയായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒരെണ്ണം ചേർത്തതാണ്. ഇനിയിപ്പോൾ നല്ല പൊടിയാണെങ്കിൽ ഒരു 2 ഒക്കെ ചേർക്കേണ്ടി വരുവേ. അത് ചേർത്തിട്ട് ഈ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതായത് നമ്മൾ ഈ ബ്രൗൺ നിറത്തിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു പരുവം ഉണ്ടല്ലോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, എന്നാൽ ബ്രൗൺ നിറത്തിലൊന്നും എത്തണ്ട. അതാണ് ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. തക്കാളിയുടെ ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിയിരിക്കണേ. പിന്നെ ഈ തക്കാളിയിൽ കുറച്ച് വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് വറ്റി നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പൊ ആ ഭാഗം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളി നന്നായിട്ട് വെന്തില്ലെങ്കിൽ ഒരു വ്യത്യസ്ത ടേസ്റ്റിലായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പം ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ഈ തക്കാളിയൊക്കെ അരച്ച് ചേർക്കുമ്പോൾ നല്ലപോലെ ഒന്ന് വേവണം. അതുകൊണ്ട് ഇപ്പൊ നന്നായിട്ടൊന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഈ പരുവം വരെയൊക്കെ ഒന്ന്
വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി ചില്ലി ആട്ടോ എടുത്തേക്കുന്നത്. അപ്പം എരിവില്ലാത്ത ആ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർക്കുമ്പോഴേ ആ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചേക്കണേ. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയോ, അപ്പോഴേക്കും ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചേക്ക് നമ്മുടെ വൻപയർ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടേ കുറച്ച് വെള്ളം കൂടെ ആ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാവേ. ആ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആണ് ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കുരുമുളക് പൊടി ഈ സമയം ചേർക്കുമ്പോഴേ നല്ലൊരു മണവും പിന്നെ നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാൻ ചേർക്കുക കേട്ടോ. അപ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് വീണ്ടും ഇതൊന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നിങ്ങൾ ഉപ്പൊക്കെ ഈ സമയം ഒന്ന് നോക്കാം കേട്ടോ. കാരണം നമ്മൾ ഇത് ഉപ്പ് ചേർത്തിട്ടാണ് ഈ വൻപയറൊക്കെ ഒന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം കുറവുള്ളതായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഒരു അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്തത്. ചേർത്തിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നവരെയും ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. ശരിക്കും പറയാൻ നല്ലൊരു കറിയാട്ടോ. ഒരു വട്ടമൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയെ. ഞാൻ ഇതിന് മുന്നേ കുറേ വൻപയറിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ. പിന്നെ ഞാൻ ഒരു വൻപയർ ഇട്ടപ്പോഴത്തേനും നല്ല കമൻറ്റും ഒരുപാട് ആൾക്കാർ കാണുകയൊക്കെ ചെയ്ത ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ. ഒരുപാട് റെസ്പോൺസ് ഉള്ള ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നമ്മളെ ചെറുതായിട്ട് വിഷയത്തിൽ നിന്നൊന്നും മാറിയോന്നൊരു സംശയമില്ലാതില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന ആ തേങ്ങയുടെ കുഞ്ഞുള്ളിയുടെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാവേ. ഇത് കാണുമ്പോഴേ അറിയാമായിരിക്കുമല്ലോ എന്ത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണെന്ന്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. അടച്ച് വെച്ചൊരു 2-3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഈ മസാലയൊക്കെ ആ വൻപയറിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തുറന്ന് നോക്കിയതാണ്. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി നല്ല അടിപൊളിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി കറിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. ഈ കറി ഉണ്ടല്ലോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കണം. പിന്നെ വേറെ ഒരു കറികളുടെ ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം മതിയാവും. ഇതാണെങ്കിൽ തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നാടൻ കറിയല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടെ അടിച്ചേക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ.